കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി JK സംവിധാനം ചെയ്ത ചിത്രമാണ് ഗർ. പേര് പോലെ തന്നെ തമാശയിൽ പണിതെടുത്ത ഒരു ചിത്രമാണ് ഗർ. എന്നാൽ അതൊക്കെ വർക്കൗട്ട് ആയോ എന്നതാണ് ചിന്തിക്കേണ്ടത്. ചിത്രത്തിന്റെ ട്രെയിലറിലും ടീസറിലും കണ്ട പോലെ സിംഹത്തിന്റെ മുന്നിൽ അകപ്പെട്ട റജി എന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഹരിദാസൻ എന്ന സൂവിലെ ജീവനക്കാരന്റെയും ജീവിതമാണ് സിനിമ പറഞ്ഞു പോകുന്നത്. എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നർമ്മത്തിൽ ചാലിച്ച് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ എങ്ങനെ സിംഹത്തിന്റെ മുമ്പിൽ പെടുന്നു എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് ഇവരുടെ പ്രകടനമാണ് ചിത്രത്തിന്റെ മെയിൻ പോസിറ്റീവ്. കുടിയനായിട്ടുള്ള പ്രകടനമൊക്കെ നന്നായിട്ട് തന്നെ കുഞ്ചാക്കോ ബോബൻ ചെയ്തു. ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ സിംഹവും നന്നായിട്ട് ചെയ്തു. സിംഹം ഒറിജിനൽ ആണ് എന്ന് കുഞ്ചാക്കോ ബോബൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കിയാൽ നിരാശയാണ് അനുഭവപ്പെട്ടത്. എസ്ര എന്ന ചിത്രത്തിന്റെ സംവിധായകന്റെ ചിത്രമാണ് എന്നത് പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ എസ്രയിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു ജോണറാണ് ഇതെങ്കിലും പ്രേക്ഷകൻ എന്ന നിലയിൽ തൃപ്തിപ്പെടാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം. എന്നാൽ വെറുതെ സിംഹത്തിന്റെ മുന്നിൽപ്പെട്ട ആളെ രക്ഷിക്കുന്നത് മാത്രമല്ല സിനിമ പറഞ്ഞു പോകുന്നത്. അതിന്റെ ലീഡ് പിടിച്ച് മറ്റു ചില കാര്യങ്ങളും തമാശ രൂപേണ കാണിക്കുന്നുണ്ട്. അതിലുപരി കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും കാണിച്ചു പോകുന്നുണ്ട്. അല്പം രാഷ്ട്രീയവും ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. മകൻ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ ആദ്യമേ ഓടുന്നത് ചില പ്രത്യേക സ്ഥലത്തേക്കാണ്. അതൊക്കെ തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയുക തന്നെ ചെയ്യേണ്ടതാണ്. ഒരു പക്ഷെ കുട്ടികളായി വന്ന് കണ്ടാസ്വദിക്കാൻ പറ്റിയ ഒരു ചിത്രമായി ഈ ചിത്രത്തെ പറയാം. കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെ കൂടാതെ അനഘ, രാജേഷ് മാധവൻ, മഞ്ജു പിള്ളൈ, ശ്രുതി രാമചന്ദ്രൻ, ശോഭി തിലകൻ എന്നിവരും ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. JK, S പ്രവീൺ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത്. ഓഗസ്റ്റ് സിനിമാസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി വൈറലായവരും ചിത്രത്തിലുണ്ട്. ഫാമിലിയായി കുട്ടികളുമൊത്ത് കാണാൻ പറ്റിയൊരു ചിത്രമാണ് ഗർ. എന്നാൽ ബാക്കിയുള്ളവർക്ക് ചിത്രം എപ്രകാരമായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ.